പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തന്റെ തീരുമാനങ്ങളുമായി മുന്നിലേക്ക് ക്രിസ് പോയതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യം ബാക്കിയായിരിക്കുകയാണ്. ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാകുന്നു. വരുൺ പിറകോട്ട് പോവുകയില്ല. പോലീസും കൂട്ടരും അവന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും? കൺമണിയെ ആര് സ്വന്തമാക്കും? അമ്മായിമാർ ചർച്ച തുടങ്ങിയിരിക്കുകയാണ്. ഇതോടെ നമുക്ക് കോയിൻ വെച്ച് ടോസ് ഇട്ട് നോക്കാം. ഹെഡ് വന്നാൽ കൃഷിന്, ടെയിൽ വന്നാൽ വരുണിന്. അവരിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം. എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ മുറുകി നിൽക്കുകയല്ലേ. ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ നമുക്കൊരു റിസൾട്ടുമായി. എന്തു പറയുന്നു? എന്നാ ശരി, വാ നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞങ്ങൾക്കും അറിയണമെന്നുണ്ട്. ഇതോടെ ടോസ് ചെയ്യുകയാണ് അമ്മായിമാർ. എന്തായിരിക്കും വരിക? ഈ ടോസിന്റെ അടിസ്ഥാനത്തിൽ ഫലം നോക്കാം എന്ന് വിചാരിക്കുമ്പോഴാണ് അമ്മായിമാരെ ഞെട്ടിച്ചുകൊണ്ട് വരുണിന്റെ പേര് വരുന്നത്. ഇതോടെ അങ്ങനെ നടക്കുമോ എന്ന് അവർ ആശ്ചര്യത്തോടെ നോക്കുകയാണ്. ഇതേ സമയം കൺമണിയാകട്ടെ ഇനി എന്ത് ചെയ്യും? എന്തായിരിക്കും ക്രിസ് തന്നെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ചെയ്യാൻ തയ്യാറായിരിക്കുക എന്ന് ആലോചിക്കുകയാണ്. അപ്പോഴാണ് കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള മാനസയുടെ ഫോൺ കോൾ വരുന്നത്. എടി, നീ ഇപ്പോൾ സന്തോഷിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യമെല്ലാം എനിക്കറിയാം. പക്ഷേ നിന്റെ സന്തോഷത്തിന് അധികം ആയുസില്ല. ആ കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇന്നു മുതൽ, അല്ല ഇപ്പോൾ മുതൽ നീ എൻ്റെ ശത്രുവാണ്. എൻ്റെ ക്രിസ് സാറിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല. ആ കാര്യത്തിൽ ഇനി ഒരു സംശയവും വേണ്ട. നിന്റെ പൂർണ്ണമായ പതനം, അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ അതിനു വേണ്ടി ഏതറ്റം വരെയും പോകും. മാനസ് മാഡം, കാര്യങ്ങൾ അറിയാതെ ഇങ്ങനെ പ്രവർത്തിക്കരുത്. എനിക്കിനി ഒരു കാര്യവും അറിയാനില്ലടി. നിന്റെ അവസാനം അത് എൻ്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട എന്ന് ഞാൻ ഉറപ്പ് നൽകാം. നമ്മൾ ഏറ്റുമുട്ടാൻ പോവുകയാണ്. എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന നിന്നെ വെറുതെ വിടില്ല. ഓഹോ, അങ്ങനെയാണോ മാഡം? എന്നാൽ കാണാം. ഞാനായിട്ട് മാഡത്തിൻ്റെ ജീവിതം തകർക്കാൻ ഒന്നും തന്നെ ശ്രമിച്ചിട്ടില്ല. ഇനി എന്തായാലും മാഡം ഇങ്ങനെ ആലോചിക്കുകയാണ് എങ്കിൽ വിട്ടു നൽകാൻ ഞാനും തയ്യാറല്ല. ഇതോടെ അംഗം മുറുകുകയായി. എന്തുപറ്റി? ആൻറ്റിയമ്മ ചോദിച്ചതിനെ തുടർന്ന് അവളും മുന്നോട്ട് തന്നെയാണ് എന്നാണ് പറയുന്നത്. ഭീഷണിക്ക് മുന്നിൽ മുട്ടുകുത്താൻ വയ്യത്രേ അവൾക്ക്. ആണോ? എന്നാൽ നമ്മൾ അവൾക്കൊരു പണി എട്ടിൻ്റെ കൊടുക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ അവളെ തീർത്തിരിക്കും. ആൻറ്റിയമ്മ പറയുകയാണ്. ഇതേ സമയം മനോജ് ആകട്ടെ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ്. വരുണും കൃഷും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. കൺമണിക്ക് വേണ്ടി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നിസ്സാരമല്ല. അതെന്തെങ്കിലും ആകട്ടെ, ആരായാലും നമുക്ക് നല്ലതല്ലേ. വിജയിക്കട്ടെ. അവർ തമ്മിൽ ഏറ്റുമുട്ടി ജയിക്കുന്നതാരാണോ അവർക്ക് കൺമണിയെ സ്വന്തമാക്കാം. അതല്ലേ നല്ലത്. എന്തായാലും രണ്ടുപേർക്കും കൺമണിയെ ഇഷ്ടമാണ്. അപ്പോൾ ആരാണ് ജയിക്കുന്നു അവർ സ്വന്തമാക്കട്ടെ. മനോജേട്ടൻ ഈ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് ബുദ്ധിപരമായ നീക്കം. ഇല്ലെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോവും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതോടെ മനോജ് ധനലക്ഷ്മിയുടെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറാവുകയാണ്. കൺമണിയാകട്ടെ എന്തു ചെയ്യും എന്നറിയാതെ ആകെ ടെൻഷനിലും. കൃഷിനോട് ഇതേ സമയം പ്ലാനിങ് ചോദിക്കുകയാണ് മഹി. വെറുതെ എടുത്തു ചാടിയിട്ട് കാര്യമില്ല. വരുൺ നല്ല പ്ലാനിങ്ങിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. നീയും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ശരി, ഞാനൊരു പ്ലാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. മഹി, നിന്റെ സഹായം എനിക്ക് വേണം. ഞാൻ എന്തിനും കൂടെയുണ്ടാകും. അത് ഉറപ്പു തന്നെയാണ് എന്ന് മഹി വാക്കുകൊടുത്തതിനെ തുടർന്ന് സന്തോഷമായിരിക്കുകയാണ് ഇപ്പോൾ കൃഷിന്. ഇതേ സമയം വരുണാകട്ടെ
പുതിയ നീക്കങ്ങൾ ശക്തമാക്കി മുന്നിലേക്ക് വരികയാണ്. ക്രിസിനെ ഒതുക്കാൻ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.